ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ജനറൽ ബോഡിയാണ് നോക്കുന്നത്. എന്താണ് ജനറൽ ബോഡി, അതിന്റെ ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ. മീനിങ് ഓഫ് ജനറൽ ബോഡി. ദ ജനറൽ ബോഡി ഈസ് എ സുപ്രീം അതോറിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റിയാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഹാഡ് അൾട്ടിമേറ്റ് പവർ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു സൊസൈറ്റിയുടെ എല്ലാ മെമ്പേഴ്സും അവിടെ ഉണ്ടായിരിക്കും. അവിടെ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ടായിരിക്കും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഉള്ളത് അവിടെ ജനറൽ ബോഡിയിലാണ് എല്ലാ ഡിസിഷനും എടുക്കുക. ഇറ്റ് റെപ്രസെന്റ് ദ ഡെമോക്രാറ്റിക് നേച്ചർ ഓഫ് കോഓപ്പറേറ്റീവ്സ്. ഫോളോസ് ദ പ്രിൻസിപ്പിൾ വൺ മെമ്പർ വൺ വോട്ട്. ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ജനറൽ ബോഡിയിൽ ഇമ്പോർട്ടൻസ് നോക്കാം. ദ ജനറൽ ബോഡി പ്ലേസ് എ വൈറ്റൽ റോൾ ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്ട്സ് മെമ്പേഴ്സിന് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സൂപ്പർവൈസസ് ദ മാനേജിംഗ് കമ്മിറ്റി. ദെൻ ഇറ്റ് മേക്സ് മേജർ പോളിസി ഡിസിഷൻ. ഒരുപാട് പോളിസി ഡിസിഷൻസും അതേപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നതൊക്കെ ജനറൽ ബോഡിയാണ്. അത് എന്തൊക്കെയാണ് ഇതിന്റെ പവേഴ്സ് നോക്കാം. The general body has wide powers in managing society. Main powers: elect and remove members of the managing committee. മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതൊക്കെ ഈ ജനറൽ ബോഡിയുടെ പവറാണ്. അതേപോലെ തന്നെ അപ്രൂവ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ബഡ്ജറ്റ്. ആനുവൽ അക്കൗണ്ട്സും ബഡ്ജറ്റൊക്കെ അപ്രൂവ് ചെയ്യുന്നു. ദെൻ ഡിസൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലോസ് ഒക്കെ അമെൻമെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫിക്സ് മാക്സിമം ലാബിലിറ്റി ഓഫ് സൊസൈറ്റി. ആനുവൽ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാം. ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് മെമ്പേഴ്സ്. എന്തെങ്കിലും സസ്പെൻഷനോ റിമൂവൽ അങ്ങനത്തെ എന്തെങ്കിലും മെമ്പേഴ്സ് എന്തെങ്കിലും അഗെയിൻസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. ദെൻ ഡിസൈഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് അഫക്റ്റിംഗ് സൊസൈറ്റി. Functions of general body. General body performs several important functions. Administrative functions ഉണ്ട്. Then review performance of the society. Discuss progress report. Consider reports of registrar. Financial functions. Approve accounts and audit report. Decide profit allocation. Control function. Examine complaints against members. Control managing committee. Policy functions. Frame policies and future plans. Amend by laws when necessary. പോളിസി ഫങ്ഷൻസ് നോക്കി നടത്തുന്നുണ്ട്. അതായത് പോളിസീസിനെ ഫ്രെയിം ചെയ്യുക, ഫ്യൂച്ചർ പ്ലാൻസും വല്ല അമെൻമെന്റ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അത്. അതേപോലെ തന്നെ കൺട്രോൾ ഫംഗ്ഷനിൽ വരുന്നതാണ്. എക്സാമിൻ കംപ്ലൈൻറ്റ്സ് അഗെയിൻസ്റ്റ് മെമ്പേഴ്സിനെതിരായിട്ടുള്ള വല്ല കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എക്സാമിൻ ചെയ്യുന്നു. അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ട്, അത് പ്രോഫിറ്റ് അലോക്കേഷൻ, അക്കൗണ്ട്സ്, ഓഡിറ്റ് റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി. ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താറുണ്ട്. അതായത് ഒരിക്കൽ വർഷത്തിൽ വൺസ് അക്കൗണ്ട് ഇയർ കണ്ടക്റ്റഡ് വിത്തിൻ 6 months ഓഫ് ആഫ്റ്റർ ഫിനാൻഷ്യൽ ഇയറിന്റെ 6 months മുന്നായിട്ട് നടത്താറുണ്ട്. ദെൻ പർപ്പസ് ഓഫ് എന്തിനാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നത് എന്ന് വെച്ചാൽ അപ്രൂവൽ ഓഫ് ആനുവൽ അക്കൗണ്ട്സ്, കൺസിഡർ ഓഡിറ്റ് റിപ്പോർട്ട്, എലക്ഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് അപ്രൂവൽ ഓഫ് ഫ്യൂച്ചർ പ്ലാൻസ്. ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഇലക്ഷനും അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നത്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് നടത്താറുണ്ട്. നമ്മൾ അർജന്റ് ആയിട്ട് വല്ല സ്പെഷ്യൽ ആയിട്ട് വല്ല മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് നടത്താറ്. Can be called by managing committee, registrar, members, and as per laws. Then right of members in general body. എന്തൊക്കെയാണ് ജനറൽ ബോഡിയിലുള്ള മെമ്പേഴ്സിന്റെ റൈറ്റ് നോക്കുക. ഈച്ച് മെമ്പർ ഹാസ് റൈറ്റ് ടു വോട്ട്. ഓരോ മെമ്പർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ എല്ലാ മീറ്റിങ്ങിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ടു ക്വസ്റ്റ്യൻ മാനേജ്മെന്റ്. ദെൻ റൈറ്റ് ടു എലക്ട് റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, അടുത്തതാണ് ലിമിറ്റേഷൻസ് ഓഫ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ എല്ലാം കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമാണ് എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാടില്ല. ദെൻ റോൾ ഇൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് റോൾ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ജനറൽ ബോഡിയുടെ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഈക്വാലിറ്റി ഒക്കെ എല്ലാ മെമ്പേഴ്സിനും നൽകുന്നുണ്ട്. ദെൻ ഇറ്റ് ആക്ട് ആസ് എ വാച്ച് ഡോഗ് ഓവർ ദ മാനേജിംഗ് കമ്മിറ്റി. ദെൻ കൺക്ലൂഷൻ. General body is the foundation of cooperative management. It ensures that the society is run by the members for the members in a democratic and transparent way. Without an active general body, a cooperative cannot function effectively. നല്ലൊരു ജനറൽ ബോഡി ഇല്ലെങ്കിൽ തന്നെ ഒരു കോപ്പറേറ്റീവ് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല.
അപ്പോൾ നമ്മളിവിടെ ജനറൽ ബോഡിയുടെ ഫങ്ഷൻസ് അതേപോലെ തന്നെ അവിടുത്തെ പവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം.